ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിന്നിവിടെ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉള്ളത്. ചപ്പാത്തിക്ക് കൂടെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയാലെന്ന്. ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ ഞാനിതിലേക്ക് എടുക്കുന്നത്. അതിലേക്ക് തന്നെ 2 ഉരുളക്കിഴങ്ങും 1 സവാള കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ച് നന്നായി ഉടഞ്ഞു വരുന്ന ഒരു പരിവുണ്ടല്ലോ, ഒരു 5-6 വിസിലാണ് ഞാൻ ഓവർനൈറ്റ് കുക്ക് ചെയ്ത ഗ്രീൻ പീസിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ട് വരാം കേട്ടോ. ഗ്രീൻ പീസ് അവിടെ വേവട്ടെ, നമുക്കതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പെരുംജീരകം ഇട്ട് കൊടുക്കുക കുറച്ച്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും, ഒരു 2-3 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും മാത്രം മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ജസ്റ്റ് പാകമായി വന്ന സ്ഥിതിക്ക് ഇനി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ ചിരകി വെച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി അതുപോലെ അതിൻ്റെ കളറൊന്ന് ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, കരിഞ്ഞു പോവാതെ നോക്കണേ. അപ്പോൾ ഇത് തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും ചിക്കൻ മസാലയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഓരോ അളവുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസിക്ക് തേങ്ങ അരച്ചത് മിക്സിയിലുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വറുത്തിടാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ട് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത അതേ ചീഞ്ചട്ടിയിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് അത് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് താളിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.